മുഹറം 10 ആശുറയിൻ്റെ ദിവസം നമ്മിലേക്ക് ആഗതമാകാനിരിക്കുകയാണ്. ഇത്തവണ അത് വെള്ളിയാഴ്ച ദിവസത്തിലൂടെയാണ് കടന്നു വരുന്നത് എന്നത് അതിൻ്റെ മാറ്റ് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതാണ്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന അതിപ്രധാനമായൊരു നിമിഷം ഉൾക്കൊള്ളുന്ന ദിവസം തുടങ്ങി അനേകം മഹത്വങ്ങൾ വെള്ളിയാഴ്ചക്കുണ്ട്. അതോടുകൂടെ ആശുറയിൻ്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം കൊടുത്ത, ഒരുപാട് അതിപ്രധാനമായ വിഷയങ്ങൾക്ക് അല്ലാഹു തിരഞ്ഞെടുത്ത, അമ്പിയാക്കന്മാരുടെ ജീവിതങ്ങളിൽ നിർണായകമായ രംഗങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് ആശുറയിൻ്റെ ദിവസം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ദിവസം. ആ ദിവസത്തിൽ ഇബാദത്തുകളെ കൊണ്ട്, സന്തോഷങ്ങളെ കൊണ്ട് ധന്യമാക്കുക എന്നത് മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന അതിപ്രധാനമായൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹാദത്ത് വരിച്ച ദിവസമാണ് അന്ന് എന്നതുകൊണ്ട് ആ ദിവസത്തിൽ ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ നോമ്പനുഷ്ഠിക്കാനോ പാടില്ല എന്ന് പറയുന്ന ചിലരെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു മുസീബത്തിന് ദുഃഖാചരണം നടത്തുക എന്നത് ഇല്ലാത്ത ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇരിക്കുന്ന സന്ദർഭം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. നബി തങ്ങളോടുകൂടെ ആ പേരമകൻ കളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ തങ്ങളുടെ മാറിടത്തിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്ന പേരക്കുട്ടി, കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപ്പാപ്പയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കയ്യിലൊരു പിടി മണ്ണുമുണ്ട്. പേരക്കുട്ടി മടങ്ങിപ്പോയതിന് ശേഷം ഞാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനായിരുന്നു അവിടുന്ന് കരഞ്ഞിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുസൈൻ എൻ്റെ മാറിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ഞാൻ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പിടി മണ്ണുമായിട്ട് എൻ്റെ അരികിൽ വന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇത് അങ്ങയുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ വധിക്കപ്പെടുന്ന മണ്ണാണ്, അവിടുത്തെ നിണം ഒഴുകുന്ന മണ്ണാണ്. തങ്ങളുടെ വഫാത്തിന് ശേഷം കർബലയിൽ വെച്ച് മുഹറം 10 ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഷഹാദത്തിൻ്റെ വഴിയിലൂടെ യാത്രയാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണം ഷഹാദത്തിലൂടെയാകുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹാദത്തിലൂടെ വലിയ പദവി കൊടുത്ത് അള്ളാഹു തിരിച്ചെടുക്കാൻ നിശ്ചയിച്ച ദിവസം ആശുറയിൻ്റെ ദിവസമായിരുന്നു എന്ന് ചുരുക്കം. ഒരു മുസീബത്ത് വന്നതുകൊണ്ട് ആ ദിവസത്തിന് പരിഗണിക്കാനോ സന്തോഷിക്കാനോ ആ ദിവസങ്ങളിലെ ഇബാദത്തുകളെ കൊണ്ട് സമ്പന്നമാക്കാനോ പാടില്ല. ദുഃഖാചരണം നടത്തണം എന്നത് ഒരിക്കലും സ്വീകാര്യമല്ല എന്നതിന് മഹത്തുക്കൾ പറയുന്ന ഒരു തെളിവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നടക്കുന്നത് തിങ്കളാഴ്ച ദിവസത്തിലാണ്. ഒരു വേള തങ്ങളുടെ വഫാത്ത് തിങ്കളാഴ്ച ദിവസത്തിലാണ് നടന്നത് എന്നതുകൊണ്ട് എൻ്റെ മരണവും തിങ്കളാഴ്ചയിലാക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയും അവിടുത്തെ മരണം അതുപോലെ തന്നെ തിങ്കളാഴ്ചയിൽ നടക്കുകയും ചെയ്തു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നാൽ ആ തിങ്കളാഴ്ചയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അന്ന് നോമ്പനുഷ്ഠിക്കുക സുന്നത്താണെന്നാണ്. എന്തുകൊണ്ട് അന്ന് നോമ്പനുഷ്ഠിക്കുക സുന്നത്തായി? ഫീഹി ഉരിത്തു, ഞാൻ അന്നാണ് ജന്മം കൊണ്ടത്. അപ്പം നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, ആ ദിവസത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ, അന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴികൾ തേടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ തങ്ങളുടെ വഫാത്ത് തിങ്കളാഴ്ചയിലാണ് സംഭവിച്ചത്. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിങ്കളാഴ്ചയിലാണ് വഫാത്തായത് എന്നതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ ദുഃഖാചരണം നടത്തണമെന്ന് ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടില്ല, മഹത്തുക്കളെ പഠിപ്പിച്ചിട്ടില്ല, മഹാന്മാരായ അസ്ഹാബ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു ചര്യയില്ല. അതുകൊണ്ട് ആശുറയിൻ്റെ ദിവസത്തിലെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യം. ആ ദിവസത്തെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? മഹാനരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻ വസിഅ അലാ അഹ്ലിഹി ഫീ യൗമി ആശുറ വസിഅ അല്ലാഹു അലൈഹി സായിറ സനതി. ഒരാൾ ആശുറയിൻ്റെ ദിവസത്തിൽ
തൻ്റെ കുടുംബത്തിൻ്റെ മേൽ വിശാലത കാണിച്ചാൽ, നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്താൽ, ആ മനുഷ്യന് ആ വർഷത്തിലെ ബാക്കിയുള്ള കാലങ്ങളിൽ അത്രയും അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാകുന്ന സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നുണ്ട്, കൂഫക്കാരുടെ ഒരു ചര്യ തന്നെയാണ്, അവരുടെ ഒരു ശൈലിയാണ് ആശുറ ദിവസത്തിൽ തൻ്റെ കുടുംബങ്ങളുടെ മേൽ വിശാലത കാണിക്കുക എന്നത്. കുടുംബാദികൾക്ക് സമ്പന്നമായ രൂപത്തിൽ, സുഭിക്ഷമായ രൂപത്തിൽ ഭക്ഷണം കൊടുക്കുക എന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, 50 വർഷമായിട്ട് എൻ്റെ മുജറബാത്താണ്, എൻ്റെ അനുഭവമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ ഇതുപോലെ വിശാലത ചെയ്തതിൻ്റെ പേരിൽ 50 വർഷമായി എൻ്റെ കുടുംബത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള കാലങ്ങളിലൊക്കെയും വിശാലത ചെയ്ത് തന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് വരുന്ന വെള്ളിയാഴ്ച ആശുറാഇൻ്റെ ദിവസം നമ്മുടെ കുടുംബാദികൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ ആ കൊടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഹബീബായ തങ്ങളിൽ പറഞ്ഞ ഹദീസിന് ഉൾക്കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാലങ്ങളിലും അള്ളാഹു ഫഖറില്ലാതെ, ദാരിദ്ര്യമില്ലാതെ നമ്മെ സംരക്ഷിക്കുമെന്നാണ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ദിവസത്തിൽ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായ ഒരു ഇബാദത്താണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആശുറാഇൻ്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ആ മനുഷ്യന് 1000 മലായിക്കത്തുകളുടെ പ്രതിഫലം, അവർ ചെയ്യുന്ന ഇബാദത്തുകളുടെ പ്രതിഫലം ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുമെന്ന്. 1000 ശുഹദാഇൻ്റെ പ്രതിഫലം കൊടുക്കും, 1000 ഹജ്ജ് നിർവഹിച്ചവരുടെ പ്രതിഫലം കൊടുക്കും, 1000 ഉംറ നിർവഹിച്ചവരുടെ പ്രതിഫലം കൊടുക്കും. ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ അന്നത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ പേരിൽ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലങ്ങൾ കൊടുക്കാൻ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഫലത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഹദീസിലൂടെ പറഞ്ഞത്, 60 വർഷം നോമ്പുകാരനായി രാത്രി നിന്ന് നിസ്കരിക്കുന്നവനായി ചിലവഴിച്ചതിന്റെ പ്രതിഫലം ആശുറാഇന്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുമെന്നാണ്. എന്നു മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വമൻ സ്വാമ യൗമ ആശുറ കതബല്ലാഹു ലഹു അജ്റ അഹ്ലി സബ്ഇ സമാവാത്. 7 ആകാശങ്ങളിലുള്ള മലായിക്കത്തുകൾ നിർവഹിച്ച ഇബാദത്തുകളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ആശുറാഇന്റെ ദിവസത്തിൽ നമുക്ക് സാധ്യമാണ് എങ്കിൽ ഒരിക്കലും ഒഴിച്ച് കൂടാതെ, ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിർബന്ധപൂർവം നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ പരിശ്രമിക്കണം. കാരണം വലിയ പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്ന ദിവസമാണ്. നമ്മൾ, നമ്മുടെ അഹ്ലുകാർ ആരെല്ലാം നോമ്പനുഷ്ഠിക്കാൻ പര്യാപ്തമായവരുണ്ടോ അവരെ കൊണ്ടൊക്കെ പ്രാധാന്യത്തോടെ, വളരെ ശ്രദ്ധയോടെ നോമ്പനുഷ്ഠിപ്പിക്കണം എന്നാണ് ഈ പറയുന്ന ഹദീസുകളിലൂടെയൊക്കെ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഈ ആശുറാഇന്റെ ദിവസത്തിൽ വലിയ മഹത്വങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോൾ 9-നും കൂടെ അടുത്ത വർഷത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9-ന് താസുആഇന്റെ അന്നുകൂടെ ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന്. അതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് മഹാന്മാർ പറഞ്ഞു, ആശുറാഇന്റെ അന്ന് നോമ്പനുഷ്ഠിക്കലോട് കൂടെ മുഹറം 9-ന് താസുആഇന്റെ അന്നും 11-ന്റെ അന്നും നോമ്പനുഷ്ഠിക്കലാണ് അതിന്റെ പൂർണ്ണമായ രൂപം. കാരണം ആശുറ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാതിരിക്കാനും കൂടെ അത് ഉപകരിക്കുമെന്നത് മറ്റൊരു വീക്ഷണം. ഏതായാലും മുഹറം 9, 10, 11 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നെങ്കിൽ പൂർണ്ണതയോടുകൂടെയുള്ള പരിഗണനയായി ആശുറാഇന്റെ അന്ന് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമ്മൾ നോമ്പിനെ കാത്തു സൂക്ഷിക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റു ഇബാദത്തുകൾ അത് ഏതൊക്കെയാണ്? നബി തങ്ങൾ പറഞ്ഞു, വമൻ മസഹ ബിയദിഹി അലാ റഅസി യതീമിൻ യൗമ ആശുറ റഫഅല്ലാഹു തആല ലഹു ബികുല്ലി ശഅറത്തിൻ അലാ റഅസിഹി ദറജതൻ ഫിൽ ജന്ന. ഒരു യതീമായ കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ, സാന്ത്വനപ്പെടുത്തിയാൽ, തലോടിയാൽ ആ കുട്ടിയുടെ തലയിൽ എത്ര മാത്രം മുടികളുണ്ടോ അത്രമാത്രം മുടികളുടെ കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ പദവിയെ അവനിക്ക് ഉയർത്തി കൊടുക്കുമെന്ന്. അപ്പൊ യതീമായ കുട്ടിയെയും കൂടെ പരിഗണിക്കാനുള്ള ദിവസമാണ് അന്ന്, അവനെ തലോടാനുള്ള ദിവസമാണ് അന്ന്, ആ കുട്ടികളെ സാന്ത്വനപ്പെടുത്താനുള്ള ദിവസമാണ് അന്ന്. വമൻ ഫത്തറ മുഅ്മിനൻ ലൈലത ആശുറ ഫകഅന്നമാ അഫ്തറ ഇൻദഹു ജമീഅ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅശ്ബഅ ബുതൂനഹും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആശുറാഇന്റെ അന്നൊരു മുഅ്മിനായ മനുഷ്യന് നോമ്പ് തുറപ്പിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ഉമ്മത്തീങ്ങളെയും നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലം അവനിക്കുണ്ട് എന്ന് മാത്രമല്ല വാഷ്ബഅബുതൂനഹും അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തതിന്റെയും പ്രതിഫലം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചവൻക്ക് ലഭ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആശുറായിന്റെ അന്ന് നമ്മൾ നോമ്പനുഷ്ഠിച്ച് സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി നമ്മുടെ വീട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നതോട് കൂടെ ആരെയെങ്കിലുമൊക്കെ നോമ്പ് തുറപ്പിക്കാനും കൂടെ വിളിക്കുന്നത്, ആരെയെങ്കിലുമൊക്കെ നോമ്പ് തുറപ്പിക്കുന്നത് നമുക്കത് വലിയ പ്രതിഫലം ലഭ്യമാക്കാനും കൂടെ ഹേതുവാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ. എന്ന് മാത്രമല്ല വമൻ ആദ മരിയൻ യൗമ ആശുറ ഫകഅന്നമാ ആദ വൽദി ആദം, ആദം സന്തതികളെ മുഴുവനും രോഗസന്ദർശനം നടത്തിയതിന്റെ പ്രതിഫലം ലഭിക്കാൻ ആശുറായിന്റെ അന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശനം നടത്തിയാൽ ലഭ്യമാണ് എന്നും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രാധാന്യങ്ങളുള്ള ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു ദിവസമാണ് ആശുറായിന്റെ ദിവസം. അത് നമ്മിലേക്ക് കടന്നു വരുന്നു, നഷ്ടപ്പെടുത്താൻ പാടില്ല. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്, അവിടുന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്, ലൗഹിനെയും കലമിനെയും അർഷിനെയും കുർസിനെയും ഒക്കെ അല്ലാഹു സൃഷ്ടിച്ചത്, ആകാശത്തു നിന്ന് റഹ്മത്തിന് ആദ്യമായി ഇറക്കിയത്, മഴ വർഷിപ്പിച്ചത്, ഈസാ അലൈഹിസ്സലാമിന് അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ കൊടുത്തത്, മൂസ നബി അലൈഹിസ്സലാമിനെ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കൊടുത്തത് തുടങ്ങി മൂസ നബി അലൈഹിസ്സലാമിന് നുമ്രോദിൽ നിന്ന് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അങ്ങനെ തുടങ്ങി അമ്പിയാക്കളുടെ ജീവിതങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ദിവസവും കൂടെയാണ് ആശുറായിന്റെ അന്ന്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ദുആഇന് അല്ലാഹു ഉത്തരം കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തു. ഇങ്ങനെ തുടങ്ങി നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ നടന്ന, അള്ളാഹുവിന്റെ റഹ്മത്തുകൾ വർഷിപ്പിക്കപ്പെട്ട ദിവസമാണ് ആശുറ എന്നതുകൊണ്ട് നന്നായിട്ട് ദുആകളെ കൊണ്ട് സമ്പന്നമാക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ് തേടുന്ന തേട്ടങ്ങൾക്ക് ഇജാബത്ത് കൊടുത്ത് പരിഗണിച്ച ആ ആശുറ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവകളൊക്കെ നീങ്ങിക്കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ആ തേട്ടങ്ങൾക്ക് ഏറ്റവും മൂല്യമുള്ളൊരു സമയമാണ് കടന്നു വരുന്ന ആശുറായിന്റെ ദിവസം എന്ന് മനസ്സിലാക്കി അന്ന് ചൊല്ലേണ്ടുന്ന ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. അവകളൊക്കെ നിങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആവശ്യങ്ങളെ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ വിഷയങ്ങളെ പടച്ചറബിലേക്ക് കരങ്ങളുയർത്തി കണ്ണുകൾ ചാലിട്ടൊടുക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് കഴിയണം. മഹാനരായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു ഖന്തഖ് യുദ്ധത്തിന്റെ ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കൾ അടങ്ങുന്ന മുഅ്മിനീങ്ങൾ ഒരു ഭാഗത്ത്, മറ്റു ശത്രുക്കളെല്ലാം മറുഭാഗത്ത്. അവരെല്ലാവരും കൂടെ ആ സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഇറക്കുന്നുണ്ട്. തിങ്കളാഴ്ചയിൽ തങ്ങളുടെ ദുആ ആരംഭിക്കുന്നുണ്ട്. ബുധനാഴ്ച ളുഹറിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ഇജാബത്ത് കൊടുക്കുന്നുണ്ട്, അതിലൂടെ വിജയം കൊടുക്കുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത്, അതിനുശേഷം പിന്നീട് എന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുധനാഴ്ചയിൽ ളുഹറിന് ശേഷമുള്ള സമയങ്ങൾ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇജാബത്ത് കിട്ടിയ സമയമാണ് അത് എന്നതാണ് അവിടെ നിന്ന് ആ സമയത്ത് പരിഗണിക്കാനുള്ള കാരണം. അപ്പൊ അമ്പിയാക്കന്മാരുടെ ജീവിതങ്ങളിലെ വളരെയധികം പ്രധാനപ്പെട്ട രക്ഷയുടെ ഇജാബത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ട ആശുറായിന്റെ ദിവസം മുഹറം 10 നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി നമ്മുടെ ആവശ്യങ്ങളെ തേടി സാധിപ്പിച്ചെടുക്കാനുള്ള നിമിഷങ്ങളായി ഉപയോഗപ്പെടുത്തണം. അത് വെള്ളിയാഴ്ചയും കൂടെയാണ് എന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ, ഒരു സെക്കൻഡ് പോലും നമുക്ക് മിസ്സാകാതെ ആ ദിവസത്തെ പൂർണ്ണമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.